വളാഞ്ചേരിയിൽ മദ്യലഹരിയിൽ ഓട്ടോ ഡ്രൈവർ ഓടിച്ച ഓട്ടോ ഇടിച്ച് കാൽനടയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും പരിക്ക്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 വളാഞ്ചേരി വൈക്കത്തൂരിലാണ് പരിഭ്രാന്തി പരത്തിയ അപകട പരമ്പര നടന്നത്. അമിത വേഗതയിൽ വന്ന ഓട്ടോറിക്ഷ ആദ്യം 2 ബൈക്കുകളിൽ ഇടിക്കുകയും തുടർന്ന് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെയും കുട്ടിയെയും ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. നിയന്ത്രണം വിട്ട ഓട്ടോ ഒടുവിൽ ഒരു പിക്കപ്പ് വാനിൽ ഇടിച്ചാണ് നിന്നത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു വെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വളാഞ്ചേരി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഈ ഓട്ടോറിക്ഷ മറ്റു പല വാഹനങ്ങളിലും തട്ടിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. നല്ല സ്പീഡിലാണ് വന്നിട്ട് നെഞ്ഞത്തേക്ക് വന്നത്. കുറച്ച് മുമ്പ് അങ്ങനെ പോയതുകൊണ്ട് ആ താത്ത രക്ഷപ്പെട്ടു. നേരെ ഞാൻ അത്ര അറിയില്ല, ഞാൻ സെൻറ്ററിൽ പോലും അല്ല. ഞാൻ കൈ നേരെ കുത്തിയ, ഞാൻ നേരെ ഫ്രണ്ട് നേരെ ചുമരിലായതുകൊണ്ട് ഞാൻ വീടില്ല, അല്ലെങ്കിൽ തലടിച്ച് വീണു. അങ്ങനെ പോയത്. പിന്നെ പോയി ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയി ക്യാമറ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നേരെ പോയിട്ട് ഭാരത്താണ്. അത് കഴിഞ്ഞിട്ട് ഈ വരെ വന്നത്. അതെ അതെ. ഇത്തരം ആളുകൾ മദ്യപിച്ചിട്ട് ഈ വാഹനം ഓടിക്കുന്ന ആളുകൾ എന്താണ് ഈ അധികാരികളോട് പറയാനുള്ളത്? ഓരോട് പറഞ്ഞിട്ട് എന്താ ഇതുപോലെ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് ഓർന്നു, അത്ര തന്നെ ഉള്ളൂ. ഇതിപ്പോ 10,000 ഫൈൻ കിട്ടി. അവന്റെ ലൈസൻസ് കട്ടാക്കണം. ഈ ജോലി ഈ വണ്ടി ചെയ്ത് ഓടിച്ച് ജീവിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളെ ഇന്നറിയിട്ട് 42 വയസ്സായി ഇന്ന വരെ ഞാനൊരു സീസർ പോലും ധരിക്കാത്ത ഒരാളാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ നടക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുകൾക്ക് പോലും നല്ലപോലെ നടക്കാൻ കഴിയും. ഞാനൊരു റോഡിന്റെ നടുവിനല്ല ഇന്നെ തട്ടിയത്, അത്രയും സൈഡിൽ നിന്നാണ് ഇന്നെ തട്ടിയിരുന്നത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. Yes.